പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ജംഗ്ഷനിൽ ബസ് നിർത്തിയതിന് രാധ വേഗം തോളിലിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ചുറ്റും നോക്കി. സമയം മാറി കഴിഞ്ഞത് കൊണ്ട് തന്നെ ജംഗ്ഷനിൽ അത്യാവശ്യം ആളുകളുണ്ട്. രാധ തന്നെ നോക്കി ചിരിക്കുന്നവർക്ക് തിരിച്ച് പുഞ്ചിരി നൽകി മുന്നോട്ട് നടന്നു. അവിടുന്ന് വീട്ടിലേക്ക് നടന്നു പോകാണ്ട് ദൂരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ഓട്ടോ വിളിക്കാതെ മുന്നിലുള്ള പോക്കറ്റ് റോഡിലൂടെ മുന്നോട്ട് നടന്നു. നിർമ്മലേ. വീടിന് ഉമ്മറത്തിരിക്കുന്ന രാധുവിന്റെ അച്ഛൻ ഗേറ്റ് കടന്നു വരുന്ന രാധുവിനെ കണ്ട് ഉള്ളിലേക്ക് നീട്ടി വിളിച്ചു. എന്തിനാ നിങ്ങൾ വിളിച്ചേ? ദാസന്റെ വിളി കേട്ടത് ഭൂമുഖത്തേക്ക് വന്നുകൊണ്ട് നിർമ്മല ചോദിച്ചു. വരുന്നത് ആരാന്ന് നോക്ക്. മൂളിപ്പാട്ടും പാടി ആടിപ്പാടി വരുന്ന രാധുവിനെ കണ്ടത് നിർമ്മലയുടെ മിഴികൾ വിടുന്നു. ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ ഈ ബാഗ് ഒന്ന് വാങ്ങി വെച്ചൂടെ? ഒന്നുമില്ലേലും നിങ്ങളുടെ മോള് യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വരികയല്ലേ? സീറ്റോട്ടിലേക്ക് കയറി ബാഗ് ഒരു നിർമ്മലയുടെ കയ്യിൽ വെച്ച് കൊടുത്ത് നെറ്റിയിൽ നിന്നും ഇല്ലാത്ത വിയർപ്പുണ്ടാക്കി വടിച്ചു കളയുന്നത് പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് ജംഗ്ഷനിലെത്തിയപ്പോൾ എന്നെ വിളിച്ചുകൂടായിരുന്നു. എന്തിനാ ഒറ്റയ്ക്ക് നടന്നു വരുന്നത്? ചുമ്മാ രസം. രാധു അച്ഛനെ നോക്കി കണ്ണിറങ്ങി കാണിച്ചു കൊടുത്തു. അല്ല, നീ നാളെയല്ലേ വരുമെന്ന് പറഞ്ഞത്? നിർമ്മല അവളെ നോക്കി ചോദിച്ചു. അത് ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അമ്മയോട് സംസാരിച്ച് നിൽക്കാതെ കഴിക്കാൻ എടുത്തു വെക്ക്. 2 മണിക്കൂർ മുമ്പ് ട്രെയിനിൽ നിന്നൊരു ഫുള്ള് ചിക്കൻ ബിരിയാണിയും മോമോസും കഴിച്ചതാ. ഇവിടെ എത്തിയപ്പോഴേക്കും അതെല്ലാം ആവിയായി പോയി. വയറ് തടവിക്കൊണ്ട് രാധു പറഞ്ഞു. പോയി ഫ്രഷായി വാ പെണ്ണെ, അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. അതും പറഞ്ഞ് നിർമ്മല ഉള്ളിലേക്ക് പോയി. അച്ഛൻ ഇനിയിപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ടോ? ഉണ്ട് മോളെ. എന്നാ വരുമ്പോളേ കോഴക്കാന്റെ കടയിൽ നിന്ന് നട്ടുദോശയും വടയും പൊരിയൊക്കെ വാങ്ങിക്കൊണ്ട് വരണേ. അച്ഛനെ നോക്കി അതും പറഞ്ഞ് രാധ ഉള്ളിലേക്ക് ഓടിപ്പോയതും ദാസ് എന്തിന്റെ കുഞ്ഞു എന്ന് കണക്ക് നോക്കി പിന്നെ ദീർഘശ്വാസം വിട്ട് പുറത്തേക്ക് നടന്നു. ഡീ പെണ്ണെ, നീ ഫ്രഷ് ആയില്ലേ? ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന രാധുവിനെ കണ്ട് ഭക്ഷണമെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചുകൊണ്ട് നിർമ്മല രാധുവിനോട് ചോദിച്ചു. ഓ, കാഴ്ചിട്ടൊക്കെ ഫ്രഷ് ആകാം. നോക്കി നിൽക്കാതെ വിളമ്പി താമ്മേ, വിശന്നിട്ട് വയ്യ. നീ എങ്ങനെ രാധ അവിടെ നിൽക്കുന്നത്? രാധുവിന്റെ പ്ലേറ്റിലേക്ക് ഫുഡ് വിളമ്പിക്കൊണ്ട് നിർമ്മല ചോദിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്ന വീട്ടിൽ ആൻറ്റി പാവാണ്. എന്നെ നല്ല ഇഷ്ടമാണ്. എനിക്കിഷ്ടപ്പെട്ട ഫുഡ് മുഴുവൻ ഉണ്ടാക്കി തരും. എന്നിട്ട് അതൊന്നും ഈ ദേഹത്ത് കാണാനില്ലല്ലോ. നിന്നെ കണ്ട 4-5 മാസമായി പട്ടിണി കിടക്കുന്നവരുടെ കോലാണല്ലോ. ഓ, പുതിയ ചളിയായിരിക്കൂലേ? അമ്മ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടിത്. മുഖം വീർപ്പിച്ചുകൊണ്ട് രാധു പറഞ്ഞത് കേട്ട് നിർമ്മല പിന്നെ ഒന്നും മിണ്ടാതെ അവൾക്ക് വേണ്ടതെല്ലാം നൽകി അവളുടെ അടുത്തായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞതും രാധ റൂമിൽ പോയി ഫ്രഷായി വീട്ടിലെത്തിയെന്ന് പറഞ്ഞ് മിത്രയ്ക്ക് മെസ്സേജ് ഇട്ടു. പിന്നെ കുറച്ചു നേരം കിടന്നു. പിന്നെ അച്ഛൻ്റെ ബൈക്ക് വരുന്ന ശബ്ദം കേട്ടതും താഴേക്ക് പോയി. രാധ താഴെ എത്തുമ്പോൾ നിർമ്മല ഹാളിൽ TV കാണുന്നുണ്ട്. രാധ വേഗം ഉമ്മറത്ത് പോയി അച്ഛൻ്റെ കയ്യിൽ നിന്നും പൊതി വാങ്ങി അച്ഛനൊരു ഫ്ലൈയിങ് കിസും കൊടുത്ത് നിർമ്മലയുടെ അടുത്തായി വന്നിരുന്നു. ഞാനിന്ന് ചന്ദ്രനെ വിളിച്ചിരുന്നു. ദാസൻ രാധവിൻ്റെ അടുത്തായി വന്നിരുന്ന നിർമ്മലയോട് പറഞ്ഞു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ചെക്കനും കുറിച്ച് അടുത്ത ബന്ധുക്കളും മറ്റന്നാ വരാന്നാ. ഞായറാഴ്ച മാത്രമേ ഒഴിവുള്ളവന്, അതുകൊണ്ട് നാളെ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ ചെക്കനെ മോളുടെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് വരുന്നന്ന് ചെറിയ രീതിയിൽ ഉറപ്പിച്ചു വെച്ച് പോകാനാണ് അവർ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞു. മോൾക്ക് എതിരെ അഭിപ്രായമൊന്നുമില്ലല്ലോ. ആരെയായാലും ഞങ്ങൾ കണ്ടുപിടിക്കുന്ന ആളെ നീ കെട്ടുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിന്നോട് അഭിപ്രായം ചോദിക്കാഞ്ഞത്. പിന്നെ നീ തന്നെയല്ല പറഞ്ഞത് ഫോട്ടോ വേണ്ട, നേരിട്ട് കണ്ടോളാന്ന്. എൻ്റെ അച്ഛ, ആരായാലും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ കണ്ടെത്തിയ ചെക്കനായതുകൊണ്ട് മോശമാകില്ലല്ലോ. TV കാണുന്നതിനൊപ്പം അച്ഛന് കൊണ്ടുവന്നത് കടിച്ചുകൊണ്ട് രാധു അച്ഛനും മറുപടി നൽകി. ആ കാര്യത്തിൽ മോള് പേടിക്കണ്ട. എൻ്റെ സുഹൃത്തിൻ്റെ മോനാ ചെക്കൻ. പേര് സത്യജിത്ത്. നല്ല പയ്യനാ. മോൾ കൂടി ഇഷ്ടായ മറ്റന്നാ നമുക്കിത് ഉറപ്പിക്കാം. പിന്നെ അധികം വൈകാതെ തന്നെ കല്യാണം നടത്താം. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. അമ്മേ, ഇത് എടുത്തു വെക്കണേ. വയറ് നിറഞ്ഞ്. ബാക്കി ഞാൻ നാളെ കഴിച്ചോളാം. എനിക്ക് ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. രാധു അതും പറഞ്ഞ് കയ്യിലുള്ള കവർ നിർമ്മലയെ ഏൽപ്പിച്ച് അച്ഛനോടും മമ്മിയോടുമായി അതും പറഞ്ഞ് മുകളിലേക്ക് പോയതും നിർമ്മല ഇതിനെയൊക്കെ കെട്ടിച്ച് വിടണമെന്ന് എക്സ്പ്രഷൻ ഇട്ട് ദാസനെ നോക്കി. പിന്നെ കയ്യിലുള്ള കവറുമായിട്ട് കിച്ചണിലേക്ക് പോയി. ഇന്നാണ് രാധുവിനെ പെണ്ണ് കാണാൻ വരുന്ന ആ ദിവസം. ചെറിയ രീതിയിൽ ഉറപ്പിച്ചിടുന്നത് കൊണ്ട് രാവിലെ തന്നെ ദാസന്റെയും നിർമ്മലയുടെയും വേണ്ടപ്പെട്ട ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. ദാസനൊരു ഏട്ടനാണുള്ളത്. വിജയൻ, ഭാര്യ സുജാത, ഒരു മകൻ അവിനാശ്, ഭാര്യ നേഹ. അവിനാശ് വർക്ക് ചെയ്യുന്ന ഓഫീസിലാണ് സത്യജിത്തും വർക്ക് ചെയ്യുന്നത്. രാധുവിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് താമസം.
ദാസിന്റെയും വിജയന്റെയും അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. നിർമ്മലയ്ക്ക് പിന്നെ ഒരു ചേച്ചിയാണുള്ളത്, നളിനി. ഭർത്താവ് രാഘവൻ. ഇരുവർക്കും മക്കളില്ല. നിർമ്മലയുടെ അച്ഛനും അമ്മയും നളിനിയുടെ കൂടെയാണ് താമസം. രാധു എല്ലാവർക്കും പ്രിയപ്പെട്ടതായതുകൊണ്ട് എല്ലാവരും തലേ ദിവസം തന്നെ എത്തിയിരുന്നു. ഇതേ സമയം റൂമിലൂടെ ടെൻഷൻ അടിച്ച് നടക്കുകയായിരുന്നു രാധു. ഉള്ളിലെ ടെൻഷനും വീട്ടിലെ ഒച്ചപ്പാടും ബഹളവും എല്ലാമായി രാധുവിന് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. എന്റെ ദൈവമേ, അപ്പോഴത്തെ ആ വാശിപ്പുറത്ത് എടുത്ത തീരുമാനമായിരുന്നു. ഇപ്പൊ ഒന്നും വേണമെന്ന് തോന്നുക. ഞാൻ എതിര് നിന്നാലും അവർക്ക് മുന്നിൽ നാണം കേടില്ലേ? എന്നാൽ എൻ്റെ മാഷെ, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയല്ലേ നിങ്ങളെ സ്നേഹിച്ചത്. പക്ഷെ എൻ്റെ അച്ഛനെ വരുന്നവർക്ക് മുന്നിൽ ഞാൻ തല കുലുക്കാൻ അനുവദിക്കില്ല. എന്നാൽ എൻ്റെ ദൈവമേ, ഇത് വല്ലാത്തൊരു കുരുക്കായി പോയല്ലോ. രാധ സ്വയം പറഞ്ഞ മുഖം പൊത്തി ബെഡിലേക്കിരുന്നു. ആഹാ, ഇതുവരെ റെഡി ആയില്ലേ പെണ്ണെ? ദേ, അവരൊക്കെ ഇവിടെ എത്താനായിട്ടോ. രാധുവിന്റെ റൂമിലേക്ക് കയറി വന്ന നേഹ അവളുടെ ഇരുത്തം കണ്ട് പറഞ്ഞു. എന്റെ രാധു, നീ ഇനി അതൊന്നും മനസ്സിൽ വിട്ടില്ലേ? നീ തന്നെയല്ലേ പറഞ്ഞേ നിന്നെ വേണ്ടാതെ നിനക്കും വേണ്ടെന്ന്. രാധുവിന്റെ മുഖഭാവം കണ്ട് അവളുടെ അടുത്ത് വന്നിരുന്ന നേഹ പറഞ്ഞു. എന്തോ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഏട്ടത്തി. ഉള്ളിലെന്തോ ഒരു പേടി പോലെ. ആ, നീ എന്തിനാ പേടിക്കുന്നത്? സത്യോട് നീ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ മതി. ഞാനോ? അല്ല, ഞാൻ പറയാം. എനിക്ക് പേടിയാ. എനിക്കൊരു പ്രണയം ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ആള് വേണ്ടെന്ന് പറഞ്ഞാലോ? അങ്ങനെ ഉണ്ടായി വരുന്നവിടേക്ക് മുന്നിൽ എൻ്റെ അച്ഛൻ നാണം കെടില്ലേ? എൻ്റെ രാധു, നീ എന്തിനാ ഈ എഴുതാപ്പുറം വായിക്കുന്നത്? പ്രണയം ഇല്ലാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരും ഉണ്ടാകില്ല. പിന്നെ സത്യ, അവനെ കഥ നീ പേടിക്കണ്ട. നീ പറയുന്നതൊക്കെ അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളാൻ അവന് കഴിയും. അതുകൊണ്ട് പേടിച്ചിരിക്കാതെ വന്ന് റെഡിയാക്ക്. അവരിപ്പോൾ വരും. അതും പറഞ്ഞ് നേഹ ഷെൽഫിൽ നിന്നും ഒരു സിമ്പിൾ സാരി എടുത്ത് രാധുവിനെ റെഡിയാക്കാൻ തുടങ്ങി. ഇതൊക്കെ വേണം എടുത്തി, സാധാ ഡ്രസ് ഇട്ടാ പോരെ? സാരി കണ്ട അനിഷ്ടത്തോടെ മുഖം ചുളിച്ച് രാധു പറഞ്ഞു. ഇന്നേ വെറും പെണ്ണ് കാണൽ മാത്രമല്ല, അവര് വരുന്നത് തന്നെ ഈ വിവാഹം ഉറപ്പിക്കാനാണ്. അത് പറഞ്ഞ് നേഹ സാരി വൃത്തിയിൽ രാധുവിനെ ഉടുപ്പിച്ചു. മറ്റൊരുക്കങ്ങളൊക്കെ തീർത്തപ്പോഴേക്കും താഴെ അവരെത്തിയിരുന്നു. ഇപ്പൊ സുന്ദരിയായിട്ടുണ്ട്. മിക്കവാറും ഇന്ന് തന്നെ കെട്ടും നടത്തും. കണ്ണാടിയിൽ നോക്കി നിൽക്കുന്ന രാധുവിന്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് നേഹ പറഞ്ഞു. ഒന്ന് പോയെടുത്തി കളിയാക്കാതെ. രാധു കെറുവോടെ നേഹയുടെ കൈ തട്ടി മാറ്റി പറഞ്ഞു. കളിയാക്കിയത് അല്ലടി, കാര്യം പറഞ്ഞതാ. അപ്പോഴേക്കും താഴേന്ന് അവർക്കുള്ള വിളി വന്നതും നേഹ രാധുവിനെയും കൊണ്ട് താഴേക്ക് നടന്നു. താഴേക്ക് നടക്കുമ്പോൾ രാധുവിന്റെ നെഞ്ച് ടെൻഷനും പേടിയും കൊണ്ട് പടപട അടിക്കാൻ തുടങ്ങിയതും അവൾ നേഹയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഒരു നിമിഷം അവളുടെ ഉള്ളിലേക്ക് ധ്യാനിന്റെ മുഖം കടന്നു വന്നതും അവൾ കണ്ണുകൾ ഇറുകിയടിച്ച് മനപ്പൂവെല്ലാം മറവിക്ക് വിട്ടുകൊടുത്ത് കണ്ണുകൾ തുറന്ന് മുഖത്തൊരു പുഞ്ചിരിയും അണിഞ്ഞ് താഴേക്ക് പോയി. സത്യയും വീട്ടുകാരും അങ്ങനെ 10ഓളം പേര് അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ 28ഓളം വയസ്സുള്ള നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ അതാണ് സത്യം എന്ന് രാധുവിന് മനസ്സിലായി. തെല്ലൊന്നും അടിച്ചിട്ടാണെങ്കിലും രാധു നിർമ്മല നീട്ടിയ ട്രേയും വാങ്ങി അവിടെ അടുത്തേക്ക് നടന്നു. ചായ കൊടുക്കുമ്പോൾ അറിയാതെ രാധുവിന്റെ കണ്ണുകൾ സത്യയിൽ പാറി വീണെങ്കിലും ഉടനെ തന്നെ അവൾ കണ്ണുകൾ പിൻവലിച്ചു. രാധു നീട്ടിയ ട്രെയിൽ നിന്നും ചായ എടുക്കുമ്പോൾ സത്യയുടെ അമ്മ അവളെ നോക്കി സന്തോഷത്തിൽ പുഞ്ചിരി നൽകിയതും രാധുവും അവർക്ക് തിരിച്ചു പുഞ്ചിരി നൽകി. എല്ലാവർക്കും ചായയും കൊടുത്തു. എന്നാ പിന്നെ ബാക്കി കാര്യങ്ങൾക്ക് കടക്കും മുമ്പ് ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ. അതല്ലേ നാട്ടു നടപ്പ്. ഇനി നമ്മളായിട്ട് അത് തെറ്റിക്കണ്ട. രാധുവിന്റെ വല്യച്ഛൻ പറഞ്ഞതും എല്ലാവരും അത് ശരിവെച്ചതും രാധു പതി അവളുടെ മുറിയിലേക്ക് പോയതും എല്ലാവരെയും നോക്കി സത്യയും അവളുടെ കൂടെ പോയി. സത്യ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് വെപ്രാളത്തോടെ സാരി തുമ്പിൽ പിടിച്ച് ചുറ്റി നിൽക്കുന്ന രാധവിനെയാണ്. അവളുടെ വെപ്രാളം കണ്ടതും അവന് ചിരി വന്നു. ഹലോ അനുരാധ, താൻ എന്തിനാണ് പേടിക്കുന്നത്? തന്നെ ഞാനൊന്നും ചെയ്യില്ല. ചെറിയൊരു ചിരിയോടെ സത്യം പറഞ്ഞതും രാധവനെ നോക്കി പല്ലടിച്ചു. ആക്ച്വലി എനിക്ക് തൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായതാണ്. പിന്നെ എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരല്ലോ, തനിക്ക് എന്നെയും കൂടി ഇഷ്ടമാകണ്ടേ? എന്നെക്കുറിച്ചെല്ലാം നിന്നോട് അവർ പറഞ്ഞില്ലേ? സത്യയുടെ ചോദ്യത്തിന് രാധു അതേ എന്ന രീതിയിൽ തലയാട്ടി. തനിക്കെന്നെ ഇഷ്ടായോ? അത് പിന്നെ എന്താണെങ്കിലും താൻ മടിക്കാതെ കാര്യം പറയണു. എനിക്കിഷ്ടാകായൊന്നുമില്ല. പിന്നെ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അത് വൺ സൈഡ് ആയിരുന്നു. ആഹാ, എന്നിട്ട് ആളാരായിരുന്നു? അത് പിന്നെ എന്നെ പഠിപ്പിക്കുന്ന മാഷായിരുന്നു. പുള്ളിക്കാണിൽ എന്നെ കാണുന്നതിന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഞാനത് കാര്യമാക്കാതെ കുറേ പിറകെ നടന്നു. പിന്നീട് അറിയുന്നത് മാഷിന്റെ മുറപ്പൊണ്ണായിട്ട് ഇഷ്ടത്തിലാണെന്ന്. പിന്നെ അവർക്കിടയിൽ ഒരു കരടാക്കാൻ തോന്നിയില്ല. ഇത്രയും കാലം ഒരു കോമാളിയെ പോലെ പിറകെ നടന്നവർക്ക് ദേഷ്യവും സങ്കടമൊക്കെ തോന്നി. അപ്പോൾ ഉള്ള വാശിപ്പുറത്ത് അച്ഛനെ വിളിച്ച് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. രാധു പറഞ്ഞു നിർത്തി സത്യയെ നോക്കി. അവന്റെ മുഖത്തെ ചിരി കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി.
താനപ്പോൾ വിചാരിച്ച പോലെ ഒന്നല്ലല്ലോ. തന്നെ കുറിച്ച് അവിനാശം പറഞ്ഞപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ തനിക്ക് ആ മാഷിനെ മറക്കാൻ പറ്റില്ലേ? പറ്റും, അതിനിത്തിരി സമയം വേണം. അതൊക്കെ ബുദ്ധിമുട്ടാകും. രാധ മടിച്ച് സത്യയോട് ചോദിച്ചു. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. തനിക്ക് എന്നാണോ എന്നെ അംഗീകരിക്കാൻ പറ്റുന്നത് അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. അതുവരെ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. നിറഞ്ഞ ചിരിയോടെ സത്യം പറഞ്ഞത് കേട്ട് രാധുവിന്റെ മുഖത്ത് ചിരി വിരിഞ്ഞു. അപ്പോ തനിക്ക് ഈ വിവാഹത്തിന് എതിർപ്പൊന്നുമില്ലല്ലോ? താഴെ പറയാനാണ്. ചിരിയോടെയുള്ള സത്യയുടെ ചോദ്യം കേട്ട് രാധുവും ചിരിയോടെ സമ്മതം പറഞ്ഞതും ഇരുപതും താഴേക്ക് പോയി. സത്യ താഴെ എത്തി എല്ലാവരോടും രണ്ടുപേർക്ക് വിവാഹത്തിന് സമ്മതം പറഞ്ഞതും എല്ലാവരുടെയും മുഖം വിടുന്നു. 3 മാസം കഴിഞ്ഞുള്ളൊരു സൺഡേ വിവാഹം ഉറപ്പിച്ചു. കല്യാണം പെട്ടെന്നായതുകൊണ്ട് എൻഗേജ്മെന്റ് വേണ്ടെന്ന് വെച്ച് പകരം വിവാഹത്തിന് അന്ന് മോതിരമാറ്റം നടത്താൻ തീരുമാനിച്ചു. ഇതേ വെറുതെ അമ്മയുടെ ഒരു സന്തോഷത്തിനാണ് കേട്ടോ. പോട്ടെ. സത്യയുടെ അമ്മ ഇറങ്ങാൻ നേരം കയ്യിൽ കരുതിയ വാളയെടുത്ത് രാധുവിന്റെ കയ്യിലിട്ട് കൊടുത്തു. അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും രാധ ചിരിച്ചുകൊണ്ട് അവരെ യാത്രയാക്കി. ഇപ്പം നല്ല തെളിച്ചുണ്ടല്ലോ. എന്താ സത്യം പറഞ്ഞത്? നേഹ ചോദിച്ചതും രാധ കണ്ണിറക്കി കാണിച്ച് ചിരിയോടെ റൂമിലേക്ക് പോയി. ഡോർ ക്ലോസ് ചെയ്ത് ആശ്വാസത്തോടെ ബെഡിലേക്ക് കിടന്ന് ഫോൺ എടുത്ത് മിത്രയുടെ നമ്പർ ഡയൽ ചെയ്തു.